ശരിയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം പരിചയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്താവിഷ്ടിക ശ്യാമള. അതിൽ ശ്യാമളയായിട്ട് സൂപ്പറായിട്ട് അഭിനയിച്ചൊരു നടിയാണ്. ആ നടി പിന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ കൂടെ ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ കഥയാണ്. ഇപ്പോൾ ഞാൻ വിശദമായിട്ട് പറയാനില്ല. ഒരു കന്യാസ്ത്രീ കിണറ്റിൽ വീണ് അവിടെ നിന്ന് ശവം പൊന്തിച്ചെടുക്കുന്ന ഒരു സീനാണ്. ആ സീനിൽ അഭിനയിക്കണം. അപ്പോൾ ഈ ഡൂപ്പിനെ കൊണ്ടുവന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് സംഗീതം ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ചെന്നൈയിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൂപ്പായി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് വന്നു. അങ്ങനെ ആർട്ടിസ്റ്റ് വന്ന് ഈ കിണർ കണ്ടോട് കൂടിയിട്ട് ആർട്ടിസ്റ്റിൻ്റെ ബോധം പോയി. ആർട്ടിസ്റ്റ് പറഞ്ഞു, இந்த மாதிரி കിണറ്റിലൊന്നും നമുക്ക് ഇറങ്ങാൻ മുടിയാതെ, ഇത് നമുക്ക് ആകെ பயமாயிருக்கு, இந்த ரோல் നമുക്ക് അഭിനയിക്കാൻ മുടിയാതെ, നമുക്ക് കണ്ടിപ്പാக திரும்பி പോയി അങ്ങേന്ന് വേറെ ആളെ അണപ്പാം എന്ന് പറഞ്ഞു. അപ്പോൾ അസലായി. അപ്പോൾ പറഞ്ഞു, അത് മുടിയാതെ, ഇന്നേക്ക് ഇതാ இந்த സീൻ ഷൂട്ട് പണി കണ്ടിപ്പാக മുടിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് വേറെ സിനിമയിലേക്ക് സംഗീത മേഡത്തിന് ജോയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇന്നേക്ക് താനത് മുടിയണം, നിങ്ങൾ താനത് പണ്ണണം എന്ന് പറഞ്ഞു. വന്ന ആൾ പേടിക്കാൻ തുടങ്ങി, കയ്യും കാലും മറിക്കാൻ തോന്നി. മുടിയാതെ എനിക്ക് இந்த കിണർ കാണുമ്പോഴേ എനിക്ക് തല സുറ്റത്, പിന്നെ എപ്പോഴും ഞാൻ இந்த കിണറ്റിൽ കയറി അഭിനയിക്കും. അവസാനം നമ്മൾ ബോഡിയായിട്ട് നമ്മൾ എടുക്കേണ്ട വരും, നിങ്ങൾ ബോഡിയായിട്ട് എന്നെ എടുക്കേണ്ട വരും, മുടിയാതെന്ന് പറഞ്ഞിട്ട് അയാൾ ഓടിപ്പോയി. ഈ അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെന്നൈയിൽ നിന്ന് പെട്ടെന്നൊരാളെ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ സംഗീതം പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ ഞാൻ ഇറങ്ങി എന്നെ ആ ഭാഗം ഞാൻ ചിത്രീകരിച്ചോളാം, എനിക്ക് ഡൂപ്പ് വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ ആകെ അതിശയിച്ചു. എന്താ പറയുന്ന സംഗീത, അത് ഭയങ്കര ആഴമുള്ള കിണർ, പക്ഷേ രണ്ടാൾക്ക് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ അത് അടിച്ചിട്ടിപ്പോൾ നമ്മൾ ഒരാൾക്ക് താഴെ വെള്ളം അതിന് നിൽക്കാച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് വർക്ക് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഇതിൽ വലിയ റിസ്ക്കുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ ചിലപ്പോൾ കൂടുതൽ ആഴമുള്ള കിണറാണ്, ചിലപ്പോൾ ശ്വാസം കിട്ടില്ല എന്ന് വരും, ഓക്സിജൻ കിട്ടില്ല എന്ന് വരും, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അതൊന്നും പ്രശ്നമല്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത ധൈര്യമായിട്ട് ഇറങ്ങി ആ വെള്ളം ഒന്നും കൂടി വറ്റിച്ചു. ഒരാൾക്ക് വെള്ളം ഉണ്ടായിരുന്നു, അതിനേക്കാളും വറ്റിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കെടുക്കാനുള്ള വെള്ളം മാത്രമാക്കി. എന്നിട്ട് സംഗീതം അവിടെ ശവമായിട്ട് കിടന്നു എന്ന് മാത്രം പോരാ, ഈ ശവത്തിനെ നേരെ പൊന്തിച്ച് എടുക്കുന്ന ഒരു സാധനം കൂടി ഉണ്ട്. ആ ഷോട്ടും കൂടി എല്ലാ ഷോട്ടും ഭംഗിയായി അഭിനയിച്ചു. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഏറ്റവും വലിയ ഡൂപ്പ് വന്ന് ഓടിപ്പോയിട്ട് സംഗീതം അഭിനയിച്ചു. അതാണ് ആർട്ടിസ്റ്റ്, അതിന് ധൈര്യം.